ദേഷ്യപ്പെടാത്ത മനുഷ്യർ ഈ ലോകത്തില്ല. പക്ഷെ ആ ദേഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രം അർഹതപ്പെട്ടതായിരിക്കണം. കാരണം ഒരു 2 മിനിറ്റ് നമ്മൾ അഗ്രസീവായിട്ട് ഒരാളെടുത്ത് നമ്മൾ ചൂടാവുകയാണ്, നമ്മുടെ എൻറ്റയർ ബോഡി കൊളാപ്സ് ആവും. അതായത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൺ ലെവൽ ഭയങ്കരമായിട്ട് ഹൈ ആവും. അതേപോലെ അടുത്തൊരു 7 മണിക്കൂറത്തേക്ക് നമ്മളെ കംപ്ലീറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര വീക്കായിരിക്കും. അടുത്ത 7 മണിക്കൂർ എടുക്കും ഈ ഇപ്പോൾ ഡാമേജ് ആയി ഈ സെല്ലൊക്കെ ഒന്ന് റീജനറേറ്റ് ആയി വരാൻ. അടുത്ത ഒരു ദിവസം വിച്ച് മീൻസ് 24 hours നമ്മുടെ എൻറ്റയർ സ്ലീപ്പ് സിസ്റ്റം തന്നെ തകരാറിലാവും. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 2 മിനിറ്റ് നമ്മൾ ഒരാളെടുത്ത് ചൂടാതെ തന്നെ സംഭവിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യപ്പെട്ടവർക്ക് മാത്രം വേണ്ടിയല്ലേ നമ്മൾ നമ്മുടെ ഈ ഒരു ദിവസം കളയാനായിട്ട് പാടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന എൻ്റെ ഭാര്യ അടുത്താണ്. അവർക്ക് എൻ്റെ ലൈഫിൽ അത്രത്തോളം സ്ഥാനം ഉണ്ടായതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ആരുടെടുത്തെങ്കിലും ഒന്ന് ചൂടാകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവർക്ക് എൻ്റെ ലൈഫിൽ ഇത്രത്തോളം സ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് ഇപ്പോൾ ചൂടാവാൻ ഇവർക്ക് അത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ, എൻ്റെ അത്രയും പ്രിയപ്പെട്ടവരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനൊക്കെ നിൽക്കുക. ഇല്ലേ വിട്ടുകളെ പോകാൻ പറ. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തവൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടവൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് റാൻഡം ഒപ്പീനിയൻ പറഞ്ഞവൻ്റെ അടുത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രാഫിക് തെറ്റി എടുത്ത് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി പോയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും നമ്മൾ അങ്ങനെ കയറി ചൂടാവേണ്ട കാര്യമില്ല. നമ്മുടെ ദേഷ്യം, നമ്മുടെ എൻറ്റയർ ബോഡിയുടെ ആ ഒരു പവർ എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അത് സ്പോയിൽ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളുക, ഈ പറയുന്ന വ്യക്തി നമ്മുടെ ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ?